ബിസിനസ്സുകാർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ വാഹനം, ചവിട്ടി പിടിച്ച് ഓടിച്ചുകൊണ്ട് നടക്കാം, എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. നല്ല സ്ട്രോങ് ഒരു വാഹനം കേട്ടോ. അതായത് ടൊയോട്ടയുടെ ഇറ്റിയോസ് ആണ്. ഇറ്റിയോസ് ലിവയില് LHD വേരിയന്റ് ആണ് വാഹനം വരുന്നത്. അതിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ലോഡറാണ് കേട്ടോ. 2019 മോഡൽ വാഹനമാണ്. അപ്പോൾ അതിൽ 1,30,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്ന കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അപ്പോൾ വണ്ടി നോക്കുമ്പോഴേലും കാണാവുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ടോണിലാണ് വന്നിട്ടുള്ളത്. നല്ല നീറ്റ് ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബ്ലാക്കിന്റെ വൈറ്റിന്റെ കോമ്പിനേഷൻ വണ്ടിയിൽ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വാഹനത്തിന്റെ ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഏകദേശം ഒരു 50% അബവ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി അലോയ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഒരു ഭംഗി വണ്ടിയിൽ എടുത്ത് നിൽക്കുന്നുണ്ട്. പക്കാ സ്റ്റോക്ക് വാഹനമാണ്. വേറെ ഒരു എക്സ്ട്രാ ആഡ് ഓൺസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഇന്റീരിയർ നോക്കുമ്പോഴേലും വളരെ ഗ്രാൻഡ് ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ആ ബീജ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിലാണ് ഉള്ളത്. അപ്പോൾ ടൊയോട്ടയുടെ തന്നെ കമ്പനി സ്റ്റീരിയോയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ബേസിക് കൺട്രോൾസ് സ്റ്റിയറിംഗിൽ വന്നിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ വന്നിട്ടുണ്ട്. ഈ ഒരു ഡോർ പാഡ് കാണുമ്പോഴേ അതിന്റെ ക്വാളിറ്റി അറിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത വാഹനമാണ്. ഡോറൊക്കെ അടയ്ക്കുമ്പോഴേ ആ ഒരു ഫ്രഷ്നസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇവിടെയും കാണാവുന്നതാണ്. വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ബാക്ക് സൈഡ് ഉള്ളത്. അവിടെ ആ ഒരു ബീച്ച് തീമിലുള്ള ഇന്റീരിയർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിന്റെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇവിടെയും കാണാവുന്നതാണ്. അത്യാവശ്യം ബാക്ക് വൈപ്പേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. റിവേഴ്സ് സെൻസർ വന്നിട്ടുണ്ട്. സ്പോയിലേഴ്സ് നല്ല ക്യൂട്ട് ആൻഡ് നീറ്റ് ആയിട്ടുള്ള സ്പോയിലറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴേലും വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ബോഡി ഷേപ്പുള്ള നല്ലൊരു ലിവിയാണ് കേട്ടോ. ഈ സൈഡ് നോക്കുമ്പോഴേലും കാണാവുന്നതാണ്. മേജർ ആയിട്ടുള്ള ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ സംഭവിക്കാത്ത വാഹനമാണ്. അപ്പോൾ ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. ലോ മെയിൻ്റെനൻസ് ആണ്. ടൊയോട്ടയുടെ വാഹനം വേണ്ട ഹൈലി സ്ട്രോങ്ങും ആണ് കേട്ടോ. ധൈര്യമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിനും തുറന്ന് കാണിച്ചു തരാം കേട്ടോ. എഞ്ചിനും തുറന്ന് നോക്കുമ്പോഴേലും കാണാവുന്നതാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പവർ സോണിന്റെ പുതിയ ബാറ്ററിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ പേസ്റ്റിങ്ങളൊക്കെ പെർഫെക്റ്റ് പേസ്റ്റിംഗ് ആണ് കേട്ടോ. അബ്രോൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബോണറ്റിന്റെ പേസ്റ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ ബോണറ്റൊക്കെ നല്ല ഹെവി വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാഷ് ബാക്ക് വേറെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലൈവ് അവൈലബിൾ അല്ല. ഡീസലിൽ തന്നെ ഇത്രയും മൈലേജും ഇത്രയും സ്ട്രെങ്ത്തും റിലയബിലിറ്റി ഒക്കെ ഉള്ളൊരു വാഹനം കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിനായിട്ട് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 7,10,000 രൂപയാണ്. ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. കോൺടാക്ട് നമ്പർ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ.